ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങളുടെ ഓണൊരുക്കങ്ങളൊക്കെ എവിടം വരെ? ഞങ്ങളിന്താ ഓരോ ഒരുക്കങ്ങളായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കേണ്ട അച്ചാർ, ശർക്കര വരട്ടി, ചിപ്സ് അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെയും ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കുമല്ലേ. അപ്പോൾ അമ്മ ഉണ്ടായിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് നമ്മുടെ വടകംപുളി നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ഇടാൻ വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ആ റെസിപ്പിയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ഇപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാമല്ലേ. അപ്പോൾ നമുക്ക് വടകംപുളി നാരങ്ങ അച്ചാർ ഉണ്ടാക്കാമല്ലേ. നമുക്കറിയാലോ, അച്ചാറുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ വെറും നല്ലെണ്ണയാണെന്ന് നമുക്കറിയാലോ. അപ്പോൾ നമ്മുടെ പാൻ ചൂടായിരുന്നപ്പോൾ അതിലേക്ക് കുറച്ച് നമ്മൾ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തു. നല്ലെണ്ണ നല്ലോണം ചൂടായി വന്നപ്പോൾ നമ്മൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു. അതിലേക്ക് നമ്മുടെ വറ്റൽമുളക് നന്നായിട്ട് ഇങ്ങനെ മുറിച്ചിട്ട് കൊടുത്തു. അതിനുശേഷം അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് കായപ്പൊടി നന്നായിട്ട് കൊടുത്തു. കായപ്പൊടി കൂടുതലുണ്ടായാലും കുറവുണ്ടായാലും വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചിലർക്ക് കായപ്പൊടി കൂടുതൽ വേണമെന്നുള്ളവരുണ്ടാകും, ചിലപ്പം കുറവ് വേണമെന്നുള്ളവരാണ്. അപ്പോൾ നിങ്ങൾ എത്ര വെച്ചാൽ അത്രയും ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റിയും കൂടി ശ്രദ്ധിക്കണം കേട്ടോ. ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് നമ്മുടെ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. അതിൽ നമ്മുടെ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇത് നമ്മൾ തവി ഉപയോഗിച്ച് നന്നായി ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് ഉലുവപ്പൊടി ഇടുക. കുറച്ച് മാത്രം ഇടുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുക. അങ്ങ് കൂടുതലായി വേണ്ട, കാരണം നമുക്ക് അത്ര ഒരു കളറൊന്നും വേണ്ട. അപ്പോൾ ചെറിയ ഒരു തോതിൽ മാത്രം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി അത് കൊടുത്തിട്ട് നന്നായി ഇളക്കുക. ആ കുത്തുമുളം മാറുന്നവരെ നന്നായി ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച് നമ്മുടെ നാരങ്ങ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത ശേഷം നമ്മുടെ ഉപ്പൊക്കെ കറക്റ്റെന്ന് അറിയണം നോക്കുക. ഉപ്പ് കറക്റ്റില്ലെങ്കിൽ കുറച്ച് ഉപ്പും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കുക. കുറച്ച് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നന്നായി ഇതെന്താ പറഞ്ഞത്? നാരങ്ങ വടകപ്പുളി ഇതിൻ്റെ പേര്. നാരങ്ങ നന്നായി വാടുന്ന വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ ഇളക്കി നല്ലോണം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അത് കണ്ടില്ലേ, നല്ല രീതിയിൽ നമ്മുടെ നാരങ്ങയുടെ വെള്ളം കൂടെ ഇറങ്ങി നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസി അനുസരിച്ച് ഇതാ വരുന്നുണ്ടോ. കണ്ട, അടിപൊളിയായി നമ്മുടെ നാരങ്ങ അച്ചാർ, അങ്ങനെ നമ്മുടെ വടുകപ്പള്ളി നാരങ്ങ അച്ചാർ അങ്ങനെ ഇതാ റെഡി ആയിരിക്കണം. പിന്നെ നമ്മുടെ സാധാ നാരങ്ങ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ, കാരണം മോള് നല്ല വാശിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അമ്മ തന്നെയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ പിന്നെ ഒരു ദിവസം പറയട്ടെ. അപ്പോൾ അമ്മ തൽക്കാലം പറയുന്നുണ്ട് വീഡിയോയിൽ, അത് നമുക്ക് കേൾക്കാം കേട്ടോ. നല്ലെണ്ണ ഒഴിച്ച് കടുകിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടു, കറിവേപ്പില ഇട്ട്, മുളക് പൊടിയിട്ട്, ഉലുവപ്പൊടി ഇട്ട് അത് നല്ലോണം മൂപ്പിച്ചതിന് ശേഷം പിന്നെ ഇതായിട്ട് വരും നാരങ്ങയിട്ട് നന്നായി വയറ്റി അത്രേ ഉള്ളൂ. എന്നിട്ട് പാകത്തിന് കായപ്പൊടി ഇട്ട് കഴിഞ്ഞു. അടിപൊളി നാരങ്ങ അച്ചാർ. സ്പൂണിൽ പൊളിച്ചാണ് നല്ല അടിപൊളി അച്ചാറാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കി നോക്കട്ടെ, എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.